ഹലോ ഗൈസ്, ഫൈനലി നമ്മൾ MRIൻ്റെ റിസൾട്ട് വന്നു കേട്ടോ. റിസൾട്ട് കാണിക്കാൻ വേണ്ടി പോകുന്ന ദിവസം ഞങ്ങളെ കൂടെ ഒരാളും കൂടെ വന്നിട്ടുണ്ട്. ഇതാണ് ഹന, എൻ്റെ ബ്രദറിൻ്റെ മോളാണ്. അവൾക്ക് ചെറുതായിട്ടൊരു പനിയും തുമ്മലും ചീറ്റലും ചെവിവേദനയൊക്കെ. അപ്പോൾ പിന്നെ ഒരു പീഡിയാട്രിഷ്യനെ കാണിക്കൽ നിർബന്ധമായി. ഞങ്ങൾ അവളെയും കൂടെ കൂട്ടി ഡോക്ടറെ കാണിച്ചു. എന്നിട്ട് ചായ കുടിച്ചു. ഇനിയാണ് എന്നെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് ഗൈസ് ഞങ്ങൾ ആ വലിയ സത്യം മനസ്സിലാക്കിയത്. ഇന്ന് എൻ്റെ ഡോക്ടറുടെ OP ഡേ അല്ലായിരുന്നു, തിയേറ്റർ ഡേ ആയിരുന്നു. അതുകൊണ്ട് ഡോക്ടറെ കാണാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. എന്നാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് OP വരെ പോയി. അവിടെ കൗണ്ടറിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഞങ്ങൾ ഡോക്ടറെ എത്തി ഗൈസ്. അങ്ങനെ ഞാൻ ഡോക്ടറെ കണ്ടു. ഡോക്ടറെ അടുത്ത് MRIൻ്റെ സജഷൻസൊക്കെ ചോദിച്ചു. ഡോക്ടർ ജസ്റ്റ് പെയിനുള്ള മെഡിസിൻ തന്നിട്ട് എന്നോട് പറഞ്ഞു, നാളെ പോയിട്ട് 8 AM കറക്റ്റ് ബ്ലഡൊക്കെ ചെക്ക് ചെയ്തിട്ട് വന്നേക്കണം എന്ന് പറഞ്ഞ് എന്നെ വിട്ടു. ഞങ്ങൾ ജസ്റ്റ് മെഡിസിനൊക്കെ വാങ്ങി വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. നാളെ ഇനി മോർണിംഗിൽ വന്നിട്ട് വേണം കുറച്ച് ഹോർമോൺ ടെസ്റ്റും പിന്നെ കോർട്ടിസോൾ 8 AM ടെസ്റ്റും ചെയ്യാനുണ്ട്. അതും കൂടെ ചെയ്തിട്ട് ഡോക്ടർ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. ആക്ച്വലി എനിക്ക് ഈ പ്രശ്നം 2 വീക്സായി സ്റ്റാർട്ടായിട്ട്. പക്ഷേ ഞാൻ എൻ്റെ വീട്ടിൽ മിണ്ടിയില്ല. എനിക്ക് ആദ്യം തലകറക്കാണ് തുടങ്ങിയത്. നല്ല തലകറക്കായിരുന്നു. ബെഡിലൊക്കെ കിടക്കുകയാണെങ്കിൽ ഫാന് കറങ്ങുന്നതിൻ്റെ കൂടെ ഞാൻ കറങ്ങുന്നുണ്ടോ എന്നുള്ളൊരു ഡൗട്ടായിരുന്നു എനിക്ക്. അപ്പം ഞാൻ ഇങ്ങനെ വിചാരിച്ചു, പ്രശ്നമില്ല, അഡ്ജസ്റ്റ് ആക്കാം, ജസ്റ്റ് ഒന്ന് ക്ലിനിക്ക് പോയിട്ട് ഒന്ന് കാണിച്ച് നോക്കാം. അപ്പോൾ വീടിനടുത്ത് തന്നെയുള്ളൊരു ക്ലിനിക്കിൽ പോയി ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ചിലപ്പം ഇയർ ബാലൻസിൻ്റെ പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നം തലയിലെ പ്രശ്നം ഉണ്ടല്ലോ അതുകൊണ്ടും ആയിരിക്കും എന്ന് പറഞ്ഞ് ഒരു ഇഞ്ചക്ഷനൊക്കെ തന്ന് ഒരു 3 ദിവസത്തെ മെഡിസിനൊക്കെ തന്ന് വിട്ട്, കുറവില്ലെങ്കിൽ ഉറപ്പായിട്ടും ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചേക്കണം എന്നും പറഞ്ഞു വിട്ടിട്ടുണ്ട്. ആക്ച്വലി ഞാനിപ്പോൾ എവിടെ നിന്ന് പറഞ്ഞു തുടങ്ങണം എന്നുള്ള കൺഫ്യൂഷനിലാണ്. അതായത് എനിക്ക് എന്താ പ്രശ്നം എന്ന് ഞാൻ ആദ്യം പറഞ്ഞു തന്നേക്കാം. എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ അനുവാദം ഇല്ലാണ്ട് ഒരു 1.5 വർഷമായിട്ട് 2 പേര് എൻ്റെ തലയ്ക്കകത്ത് കിടന്ന് ഇങ്ങനെ താണ്ഡവം ആടുന്നുണ്ട്. ഞാൻ അവരുടെ അടുത്ത് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്, പ്രശ്നമൊന്നും ഉണ്ടാക്കാണ്ട് അതിനകത്ത് അടങ്ങി ഒതുങ്ങി ജീവിക്കുകയാണെങ്കിൽ എത്ര കാലം വേണമെങ്കിലും ഇരുന്നു, അല്ലെങ്കിൽ ഞാൻ പിടിച്ച് പുറത്തേക്ക് ഇടുന്നു. പക്ഷേ അവരത് ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുന്നുണ്ട്. എന്നെ ഇങ്ങനെ ഇടയ്ക്ക് ബുദ്ധിമുട്ടാക്കും, തലകറക്കായിട്ടും തലവേദനയായിട്ടും പൾസ് ഡൗൺ ആവലൊക്കെ ആയിട്ട് എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടേഴ്സിൻ്റെ ഭാഷയിൽ അത് അഡിനോമയാണ്, കുറച്ചും കൂടെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ട്യൂമറാണ് ഗൈസ്. പക്ഷേ ഞാൻ തകരൂല. എന്തൊക്കെ വന്നാലും ഞാനിങ്ങനെ ഉരുണ്ടും ഇഴഞ്ഞും ഒക്കെ ജയിച്ചുകൊണ്ട് ഇങ്ങനെ പോവും, അത്ര തന്നെ. പിന്നെ എന്താണെന്ന് വെച്ചാൽ, ആക്ച്വലി ഞാനിത് മെയിൽ ഡോക്ടറെ കാണിക്കേണ്ടതായിരുന്നു. മെയിൽ ഫോളോ അപ്പിന് എനിക്ക് സജസ്റ്റ് ചെയ്തതാണ്. MRI എടുത്തിട്ട് കാണിച്ചേക്കണം എന്ന് പറഞ്ഞതാണ്. ആ മെയിൽ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഡിസിഷൻ എടുക്കേണ്ട ഒരു MRI തന്നെ ആയിരുന്നു. പക്ഷെ ഞാനതൊന്ന് ഉഴപ്പി. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആ മെയിൽ ജൂണിലൊന്നും ഒരു പ്രശ്നമില്ലായിരുന്നു. തലവേദനയോ തലകറക്കോ അങ്ങനത്തെ ഒരു സീനും ഇല്ലായിരുന്നു. ഞാൻ ഭയങ്കര ബിസി ആയിരുന്നു ആക്ച്വലി. അപ്പോൾ അതൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നതുകൊണ്ട് എനിക്ക് ഈ അസുഖത്തിൻ്റെ കാര്യത്തിനെക്കുറിച്ച് ഞാൻ ഒട്ടും ബോധരായില്ല. പക്ഷെ ഞാൻ മറന്നാൽ അവരെന്നെ മറക്കുന്നില്ല, അതാണ് വലിയൊരു സത്യം. അവരെന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കാറുണ്ട്. പെട്ടെന്ന് പൾസൊക്കെ ഡൗൺ ആക്കിയിട്ട് എന്നെ കുറച്ച് കുഴപ്പിക്കാറൊക്കെ ഉണ്ട്. അപ്പം എന്താണെന്ന് വെച്ചാൽ, അവരെന്നെ മറക്കുന്നില്ല എന്നുള്ള ഓർമ്മപ്പെടുത്തലുകളാണ് ഗൈസ് ഇങ്ങനെ തലവേദനയായിട്ടും തലകറക്കമായിട്ടൊക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വരുന്നത്. ഇങ്ങനെയൊക്കെ ഇല്ലെങ്കിൽ ലൈഫ് ബോറടിക്കൂലേ? എനിക്കിപ്പോൾ അങ്ങനെയാണ്. ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഹോസ്പിറ്റലിൽ പോകണം, ഇങ്ങനെ ഡോക്ടേഴ്സൊക്കെ ആയിട്ട് കുറച്ചിങ്ങനെ ഇൻട്രാക്ട് ചെയ്യണം, എന്നാലേ എൻ്റെ ലൈഫൊക്കെ ഒന്ന് ഇങ്ങനെ ഞാൻ ജീവിക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നലൊക്കെ വരുന്നുള്ളൂ ഗൈസ്. അപ്പോൾ ഇത് ആക്ച്വലി 2 ദിവസത്തെ വ്ളോഗ് ഒറ്റ വീഡിയോ ആക്കി എടുത്തതാണ്. ഫസ്റ്റ് ഡേ പോയി MRIൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, പോയിട്ട് നാളെ ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ടൊക്കെ ആയിട്ട് വരണം. കുറച്ച് ഹോർമോൺസ് എനിക്ക് ഇംബാലൻസ്ഡ് ആവലുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. പിന്നെ എനിക്ക് കോർട്ടിസോൾ 8 AM ടെസ്റ്റ് ഉണ്ടായിരുന്നു. അത് കറക്റ്റ് 8 AM വരെ വെയിറ്റ് ചെയ്ത് എനിക്കിങ്ങനെ ടെൻഷനായിരുന്നു, അവർ കറക്റ്റ് 8 AM വരില്ല, കാരണം അതിനകത്ത് ഭയങ്കര ബിസി ആയിരുന്നു എല്ലാവരും. പക്ഷേ അവർ കറക്റ്റ് 8 AM വന്ന് തന്നെ ബ്ലഡ് എടുത്തുകൊണ്ട് പോയി ഗൈസ്. ഈ ഹോസ്പിറ്റലിൽ ഇപ്പോൾ എൻ്റെ 2ാമത്തെ ഫോളോ അപ്പാണ്. ഞാൻ ഇതിനു മുമ്പ് കുറേ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുണ്ട് ഗൈസ്. എന്നിട്ട് അവിടെ നിന്നൊക്കെ സർജറിക്ക് പറയുമ്പോൾ ഞാൻ അടുത്ത ഓപ്ഷൻ നോക്കും. അതായത് സർജറി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു നെക്സ്റ്റ് ഓപ്ഷൻ പ്ലാൻ B എന്ന രീതിയിൽ എപ്പോഴും ആലോചിക്കുന്നത് നല്ലതാണ്. ചാടിക്കയറി നമ്മൾ സർജറി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെനിക്ക് സ്റ്റാർട്ടിങ്ങിലേ സർജറി പറഞ്ഞ കാര്യമാണ്. പക്ഷെ എനിക്ക് എന്തുകൊണ്ടോ ധൈര്യമില്ല. ഞാൻ ഇപ്പോഴും
എൻ്റെ ഹെൽത്ത് ബെറ്ററായിട്ട് നിൽക്കുന്നുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യലുണ്ട്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരും, ഞാൻ ഒന്ന് ഡൗൺ ആവും, പിന്നെ ഞാൻ ഓക്കെ ആയിട്ട് വരും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ എനിക്കിപ്പോൾ ഉള്ളൂ. എന്നാലും എനിക്ക് എണീറ്റ് നടക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ കാണുന്നില്ലേ, ഞാനിങ്ങനെ പയറ് പോലെയാണ് നടക്കുന്നത്. പിന്നെ ഇപ്പം വെറുതെ ഇങ്ങനെ ഒരു സർജറി ചെയ്തിട്ട് എന്തെങ്കിലും സൈഡ് എഫക്റ്റൊക്കെ വന്ന് പോയാലോ എന്നുള്ള ടെൻഷൻ എനിക്ക് നല്ലോണം ഉണ്ട്. ഇനി ഞങ്ങൾ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ ഇടയ്ക്ക് ഉറങ്ങി പോകുന്നുണ്ട്. എന്നിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് കണ്ടപ്പം കണ്ണ് തുറന്ന് കിടക്കുകയാണ് കേട്ടോ. മനുവൊക്കെ ഇരുന്ന് ചടച്ചിരിക്കുകയാണ്. ഈ ഇരുത്തം ഭയങ്കര ചടങ്ങാണ് ഗൈസ്. എനിക്ക് മടുപ്പാണ് അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ എന്ത് ചെയ്യാനാണ്, നമ്മളെ ആവശ്യമല്ലേ, നമ്മൾ വെയിറ്റ് ചെയ്തല്ലേ പറ്റൂ. അപ്പോൾ ഇങ്ങനെ ഡോക്ടറൊക്കെ കാണിച്ചു, സജഷനൊക്കെ വാങ്ങി, മെഡിസിനൊക്കെ ഫോളോ അപ്പ് ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി പെയിൻ വരുമ്പോൾ സ്വയം ഡോക്ടറാവാൻ നിൽക്കണ്ട, മര്യാദയ്ക്ക് ഇങ്ങോട്ട് വന്നോളാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി പെയിൻ വരുമ്പോൾ ഞാൻ മര്യാദയ്ക്ക് പോയിട്ട് കാണിച്ചോളും, ഫോളോ അപ്പ് എടുത്തോളും. ഇപ്പം എന്തായാലും സർജറി വേണ്ട, നമുക്ക് കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നഴ്സ് കുറച്ചും കൂടെ കാര്യങ്ങൾ, ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ ഒക്കെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വിശേഷങ്ങളൊക്കെ, എൻ്റെ ഹെൽത്ത് ഓക്കെ ആവാൻ വേണ്ടിയിട്ട് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.